നെസ്റ്റ് എന്ന പേരിൽ ഒരു പരീക്ഷ നടക്കാറുണ്ട്. നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്. ഇതാരാണ് എഴുതേണ്ടത്, എന്തിനാണ് എഴുതേണ്ടത്, എപ്പോഴാണ് ഈ പരീക്ഷ നടക്കുക, ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടും തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്. എല്ലാ വർഷവും ഈ എക്സാം നടക്കാറുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നടക്കുള്ളൂ. ഈ എക്സാം നമ്മൾ എഴുതുന്നത് 2 സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അതിലൊന്ന് നൈസറാണ്. നൈസർ ഇന്ത്യയിൽ ഒറ്റൊരു നൈസറേ ഉള്ളൂ. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒറീസയിലാണ്, ഭുവനേശ്വർ എന്ന സ്ഥലത്താണ് ഇതുള്ളത്. രണ്ടാമത്തത് UMDAE CBS മുംബൈ. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് എഴുതുന്ന എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് നെസ്റ്റ്. സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക. ഇനി ഏത് വർഷം സയൻസ് പഠിച്ചവരാണ് എന്ന് ചോദിച്ചാൽ 2025 നടക്കുന്ന പരീക്ഷ നമ്മൾ എഴുതണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ 2023 പാസ് ഔട്ട് ആയവരായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ 2024 പാസ് ഔട്ട് ആയിരിക്കണം, അതുമല്ലെങ്കിൽ 2025 പരീക്ഷ എഴുതാൻ പോകുന്നവരായിരിക്കണം. ഈ 3 വർഷം എക്സാം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ നെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ പറ്റുക. 2025 ഡീറ്റെയിൽഡ് ബ്രോഷർ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ വെരി സൂൺ അത് പുറത്ത് വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്നാൽ പിന്നെ ഡീറ്റെയിൽഡ് ബ്രോഷർ വന്നിട്ട് ഇതങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന്. ഇത് ഞാൻ ഇപ്പോഴേ പറയാൻ കാര്യം, പല കുട്ടികൾക്കും ഇപ്പോൾ നീറ്റ്, JEE തുടങ്ങിയ പരീക്ഷകളൊക്കെ ഫെമിലിയറാണ്. ഇതൊക്കെ സയൻസുകാർ എഴുതേണ്ട പരീക്ഷയാണെന്ന് അറിയാം. എന്നാൽ ഇതുപോലുള്ള ചില പരീക്ഷകൾ ഉണ്ട് എന്ന കാര്യം പോലും പലർക്കും അറിയില്ല. അതുകൊണ്ട് നെസ്റ്റ് എന്നൊരു പരീക്ഷ ഉണ്ട് എന്നുള്ള കാര്യമെങ്കിലും എല്ലാവരുടെയും മനസ്സിലേക്ക് അങ്ങോട്ട് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് വിത്ത് ഡേറ്റ്സ്, അതായത് എപ്പോഴൊക്കെ പരീക്ഷ നടക്കും എന്നുള്ളത്. ജൂൺ മാസത്തിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി ലാസ്റ്റോടുകൂടി നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും. മെയിലായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ തീരുക. ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡീറ്റെയിൽഡ് ബ്രോഷർ വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഒരു 257 സീറ്റ്സ് ആണ് ഈ 2 സ്ഥാപനങ്ങളിലും കൂടെ നമുക്ക് ഉള്ളത്. ഇനി എന്ത് കോഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉള്ളത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് എന്ന് പറയും. ഇൻ്റഗ്രേറ്റഡ് സയൻസ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് എന്താണെന്ന് അറിയാലോ അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാച്ചുലർ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്രോഗ്രാമാണത്. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സയൻസസ്, കെമിക്കൽ സയൻസസ്, അങ്ങനെ പോകുന്ന വിഷയങ്ങൾ, അതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേണം ഇത്തരം സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കേണ്ടത്. ഇനി റിസർച്ചിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നവർക്കാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് മാറുക. ഇപ്പോൾ റിസർച്ച് കരിയേഴ്സിലേക്ക് തന്നെ എൻട്രി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ലാതെ ഒരു ലോക്കൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നല്ല ഹൈ ലെവലിലുള്ള സാധനങ്ങളെ ഫസ്റ്റ് എയിം ചെയ്യുക. അത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ഹൈ ആയിരിക്കും. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ്, സ്കോളർഷിപ്പ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടും. ഇപ്പോൾ ഈ നെസ്റ്റ് എഴുതി കയറുന്നവർക്കൊക്കെ കിട്ടുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇവർ ചില ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 20,000 രൂപ വരെയൊക്കെ ഗ്രാൻഡ് കിട്ടും. 60,000 രൂപ വരെയൊക്കെ ഈ ദിശ സ്കോളർഷിപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പല സാധ്യതകളും ഇത്തരം ഒരു പരീക്ഷ ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് റിസർച്ചിനോടൊക്കെ നല്ല താല്പര്യം വേണം. സയൻസ് വിഷയങ്ങളോട് അത്ര ഇഷ്ടം വേണം. വെറുതെ അങ്ങോട്ട് സയൻസ് പഠിച്ചവർ ഇനി വേറൊന്നും, അതായത് നീറ്റ് കിട്ടണില്ല അല്ലെങ്കിൽ JEE കിട്ടണില്ല, അതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിന് പോട്ടെ, എഴുതിക്കോട്ടെ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ശരിക്കും ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി കമ്മിങ് ടു ദി എക്സാമിനേഷൻ. ഈ പരീക്ഷയിൽ നിങ്ങളോട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് 4 വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഇത് 4ഉം നിങ്ങൾ ഉത്തരം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാലും മതി. ഓരോ വിഷയത്തിൽ നിന്ന് 60 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഫിസിക്സ് 60, കെമിസ്ട്രി 60, ബയോളജി 60 ആൻഡ് മാത്തമാറ്റിക്സ് 60. ഹവർ 240 മാർക്കിനാണ് ഇതിൻ്റെ ടോട്ടൽ കിടക്കുന്നത് എങ്കിലും ബെസ്റ്റ് 3 മാർക്സ് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ നോക്കാൻ പോകുന്നത് 180-ന് നിങ്ങൾ എത്ര സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ 180-ന് എത്ര സ്കോർ ചെയ്തു എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് 4 വിഷയങ്ങൾ നല്ല പിടിപാടുണ്ട് എങ്കിൽ 4ഉം കൂടെ എഴുതിക്കോളൂ. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഉത്തരം എഴുതാൻ പറ്റിയ 3 അവർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 3ൻ്റെ മാർക്ക് അവരങ്ങോട്ട് എടുത്തോളും. ഇനി നിങ്ങൾക്ക് ഒരു വിഷയം വലിയ പിടിപാടില്ല എങ്കിൽ അങ്ങ് വിട്ടേക്കൂ.
അത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേറൊരു പ്രത്യേകത ഈ നെസ്റ്റിൻ്റെ കാര്യത്തിലുള്ളത്, ഇവർ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനെ നമ്മൾ മറ്റേ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകാരെ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ തന്നെ മോക്ക് ടെസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യും. അത് ഏകദേശം മെയ് പകുതിയോട് കൂടിയിട്ട് സൈറ്റിൽ ഈ മോക്ക് ടെസ്റ്റിനുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാവും. അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷ സംഭവിക്കുക എന്നുള്ളതും ഏത് പാറ്റേണിൽ ഇത് വരിക എന്നുള്ളതും അതൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പ്രാക്ടീസ് കിട്ടും. അതിനുള്ളൊരു സൗകര്യവും നെസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോളജി വിഷയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം CBSEയിൽ കുറേ പോർഷൻസ് ഡിലീറ്റഡ് പോർഷൻസ് ആയിരുന്നു. അത് പഠിക്കേണ്ട, ഇത് പഠിക്കേണ്ട, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നെസ്റ്റിൻ്റെ ബേസിസിൽ ഏതൊക്കെ വിഷയങ്ങളിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റിലേക്ക് പോലെ ഈ സൈറ്റ് എന്ന് പറയുമ്പോൾ സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് അതിലേക്കൊക്കെ കയറി നോക്കുക. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ നിന്നും ഏതൊക്കെ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ് എന്നുള്ളതും മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇതൊക്കെ പറ്റും. ഇനി നെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഒരു നെസ്റ്റ് കോച്ചിങ് സെൻറ്റർ ഉണ്ടോ എന്ന് തപ്പി ആരും ഓടണ്ട. അങ്ങനെ നെസ്റ്റ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് കോച്ചിങ്സ് നടക്കാറില്ല. നിങ്ങൾ ഈ JEE നീറ്റിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന കോച്ചിങ് ഇല്ലേ, അത് തന്നെ മോർ ദാൻ എനഫാണ് ഈ പറയുന്ന പരീക്ഷകൾക്കും അപ്പിയർ ചെയ്യാൻ. അതുകൊണ്ട് നെസ്റ്റ് കോച്ചിങ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് നന്നായിട്ട് വർക്ക് ചെയ്ത് ഈ പരീക്ഷയെ നിങ്ങൾ ഫേസ് ചെയ്യുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.